നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഐബെല്ലിൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ സ്പിൻ ബഫർ എങ്ങനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഈ കിടന്ന ആട്ടമാണ് മെഷീൻ. അപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ചെയ്യാവുന്നതാണ് കാണിക്കുന്നത്. പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് മുന്നാടി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഇത് കടന്ന് ഭയങ്കര അടിയാണ്. ഇതിപ്പം തുണിയില്ലാത്തതുകൊണ്ടാണ് ഇത് അറിയാത്തത്. ഇതല്ലേ ഇങ്ങനെ അടിക്കും. ഇതിൻ്റെ അകത്തൊരു സ്പിൻ ബഫർ എന്ന് പറഞ്ഞ ഒരു സ്പെയർ ഉണ്ട്, അത് പോകുന്ന കംപ്ലൈൻ്റ് ആണ്. അതിനായിട്ട് നമുക്കിത് ഊരി ക്ലീൻ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ കസ്റ്റമർ ഇതിനകത്ത് തുണി ഇട്ടേക്കാണ്. നമുക്ക് ആദ്യം അടിക്കാനുള്ള ഇവിടെയാണ്. ഇവിടുത്തെ ഒരു സ്ക്രൂ അടിക്കുക, ഇവിടുത്തെ 3 സ്ക്രൂ അടിക്കുക, ഇവിടുത്തെ 3 സ്ക്രൂ അടിക്കുക, ബാക്കിലത്തെ 3 സ്ക്രൂ അടിക്കുക. പിന്നെ നമുക്കിത് പെതുക്കെ പൊക്കി എടുക്കാം. നമ്മൾ ആദ്യം ഇവിടുത്തെ സ്ക്രൂ അഴിച്ചെടുത്ത് അതിനുശേഷം ഈ 2 സ്ക്രൂ അഴിച്ച് അതിനുശേഷം നമ്മൾ ഈ സ്ക്രൂ അഴിച്ച് അങ്ങനെ അത്ര സ്ക്രൂ അഴിച്ച് കഴിഞ്ഞ് ഇത് നമ്മൾ പുറകിലത്തെ സ്ക്രൂ അഴിക്കുക. ഈ 3 സ്ക്രൂ അഴിച്ച് പൊക്കിയെടുത്ത് കഴിഞ്ഞ് ഡ്രെയിനേജിൻ്റെ ലോക്ക് അഴിച്ചു വിട്ട് അത് കഴിഞ്ഞ് സ്പിന്നിൻ്റെ ബ്രേക്കിൻ്റെ ലോക്ക് അഴിച്ചു വിടുക. അപ്പോൾ ഏകദേശം എല്ലാം ആയി. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. അത് നമ്മൾ 8ൻ്റെ ടീട്ട് അഴിച്ചെടുത്ത് ഓൾറെഡി. ഈ സ്ക്രൂ ഇങ്ങനെ ഇരിക്കുകയാണ് അകത്തോട്ട്. ഇത്ര അടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആകത്തില്ല, അതുകൊണ്ടാണ് അത് നമ്മൾ 8ൻ്റെ ടീട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അഴിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മേളിലത്തെ ടബ് പൊക്കാം. പൊക്കി ഇതാണ് ബഫർ. ഇതിനകത്ത് ഉടക്കിയിരിക്കുകയാണ്, ഇത് ഊരിപ്പോയി. അപ്പോൾ നമുക്കിത് ഈ സാധനത്തിൻ്റെ ബാക്കി പീസ് അതിനകത്ത് ഇരിക്കുകയാണ്. അതുകൂടെ മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. നമ്മളിത് ഇതിൻ്റെ ഒരു പീസാണ്, ബാക്കി പീസാണ് ഇരിക്കുന്നത്. ഇത് ഇതൊക്കെ പ്ലെയറിച്ച് ഇങ്ങനെ മേളിലോട്ട് പൊക്കിയെടുക്കുക. ഇതിൻ്റെ അകത്തൊരു സീറ്റിങ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഇത്. പിന്നെ ഒരു ചെറുതായിട്ട് കട്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ടൈറ്റായിട്ട് ഇത് കറങ്ങിയിരിക്കുന്ന ഊരി വെളി വന്ന മാന്ത്രമാണ് അത് കിടന്നടിച്ചത്. ഇത് കട്ടായി. നമ്മൾ അതിന് വരെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ യൂണിവേഴ്സൽ ഉണ്ട് ഇതിന് വരെ. നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റില്ല. ഇത് കുറച്ച് പാടാണ് ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും ഇടാൻ. നമുക്ക് യൂണിവേഴ്സൽ ആകുമ്പോൾ എല്ലാവർക്കും ഇടാം. അത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഗോദ്രേജിൻ്റെ മേടിച്ചു, യൂണിവേഴ്സൽ ഗോദ്രേജിൻ്റെ വരുന്നത്. ഈ ടൈപ്പ് പഞ്ചിങ് ടൈപ്പ് അല്ലേ വരുന്നത്, ഇത് നമ്മുടെ ത്രെഡ് ടൈപ്പാണ് വരുന്നത്. ഇത് അകത്തോട്ട് കയറ്റി കുപ്പിയുടെ അടപ്പ് തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ത്രെഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കയറി ടൈറ്റ് ആയിക്കോളും. അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നൊരു സാധനമാണിത്. ആർക്ക് വേണമെങ്കിലും ഇത് ഇടാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ടൈപ്പ് നമ്മൾ ഇടാൻ ഇച്ചിരി പ്രയാസമാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്, പണി പെട്ടെന്ന് കഴിയും. ഇത് താഴേന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അടിയിൽ പോയി ഈ ഭാഗം വെച്ച് മുറുക്കുക, അടിയിൽ നിന്ന് മേളിലോട്ട് മുറുക്കുക. ഈ വെളുത്ത സാധനം കപ്പിലോട്ട് മുറുക്കാനുള്ളതാണ്. നമ്മൾ മേളിൽ നിന്നിട്ട കപ്പാണ് ഈ വന്ന് നിൽക്കുന്നത്. മേളിൽ ഇട്ട കപ്പാണ്. അതിനകത്തോട്ട് ഈ ഒരു ബഫറിൻ്റെ ക്ലിപ്പ് മുറുക്കി വെച്ചാൽ മതി, കാര്യം കഴിഞ്ഞ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അടിയിൽ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഇപ്പം നല്ല ടൈറ്റാണ്, വലിച്ചിട്ട് വരുന്നൊന്നുമില്ല. ഇനി നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തോടെ കയറ്റി ടബ് വെച്ച് ടൈറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്പിൻ ചെയ്യുമ്പോൾ വെള്ളം ഇതിനകത്തൂടെ അകത്ത് പോയാൽ മോട്ടർ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഈ സാധനം വെച്ചേക്കുന്നത്. ഇതൊരു സ്പിൻ ബഫർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കീറിക്കഴിഞ്ഞാൽ ഇതുപോലെ ചേഞ്ച് ചെയ്താൽ മതി. ഇത് കീറി കഴിയുമ്പോൾ ഇങ്ങനെ നാട്ടവും ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഇടുന്ന തുണി എപ്പോഴും സൂക്ഷിക്കണം. ചാടി ഇതിനകത്ത് വന്ന് വീണിട്ട് ഇവിടെ കയറി കുരുങ്ങി കീറാറുണ്ട് ഈ സാധനം. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കീറുന്നത്. ഇവിടെ തുണി കീറിയത് അങ്ങനല്ല, ഇത് ഈ ബഫർ കീറിയത് അങ്ങനല്ല. ഇവിടെ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് പന്തലിൻ്റെ വർക്കുള്ളൊരു വീടാണ്. അപ്പോൾ സ്ഥിരമായിട്ട് അവർ ഇതിനകത്താണ് സ്പിൻ ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിച്ച് ഹെവി വർക്ക് ലോഡായിട്ട് ഇവർ ഇട്ടിട്ട് ഇത് അടിച്ച് കീറിപ്പോയതാണ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് ഇനി ഒന്ന് സൈഡിൽ പോയി സെറ്റ് ചെയ്ത് എല്ലാം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് താഴെച്ചില്ലേ, നമ്മൾ താഴെ ഇട്ട് ഇനി നമ്മളിത് താഴെ പിടിച്ച് ക്ലിപ്പിനകത്ത് ഇടുകയെന്നേ ഉള്ളൂ. സ്ക്രൂ പൊങ്ങണോ? ഇതിടാൻ വേണ്ടി ഒരാളുടെ സഹായം കൂടെ വേണ്ട വരും. കാര്യം എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് പൊങ്ങിയും താഴെ ആ കറക്റ്റ് മോട്ടറിൻ്റെ നൂടിനകത്ത് ചെന്ന് വീഴണം. കിടക്കണോ?
അപ്പോൾ ഇത് കറക്റ്റായിട്ട് വീണിരിക്കുകയാണ്. ഈ മിഷ്യൻ്റെ ഓണർ തന്നെ അതിൻ്റെ ഇത് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് സ്ക്രൂ മുറുക്കുക. അത് സ്ക്രൂ മുറുക്കുക. ഈ മിഷൻ ഇരിക്കുന്നത് ഏടാകൂടെ പിടിച്ച സ്ഥലത്താണ്. ഒന്നാമത് അത് പ്രശ്നം. രണ്ടാമത് തന്നെ തുണി ഇട്ട് കഴിഞ്ഞാണ് ഞാൻ വന്നത്. ഇതെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിനെക്കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം സാധനം വേണമെന്നുണ്ടെങ്കിലും. ഇപ്പോൾ നമ്മൾ ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞ് പിന്നെ ഈ സൈഡിലെ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമുക്കിനകത്തുള്ള പണി. അത് കഴിഞ്ഞ് നമ്മൾ ഈ സാധനം മാറി നല്ല സ്പിൻ വർക്ക് ചെയ്യുകയാണ്. പിന്നെ തുണിയായിട്ടൊക്കെ നല്ല സ്പീഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് അത്ര പോരാ, അതുകൊണ്ടാണ് നിൽക്കാത്തത്. അതൊരു അപകടമാണത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് അയച്ചാൽ തിരിച്ചയക്കുന്നത്. സ്പെയറോ അങ്ങനെ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.